Welcome all. Today we are going to learn about special fund and its accounting treatment, and also about the expenditure stock item and how it will be accounted for in the final accounts of a not-for-profit organization. നമുക്കറിയാം സ്പെഷ്യൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഫണ്ട് ഇസ് എ ഫണ്ട് യൂസ് ഫോർ സ്പെസിഫിക് പർപ്പസ് ഓൺലി. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ടൂർണമെൻറ്റ് ഫണ്ട്, മാച്ച് ഫണ്ട്, പ്രൈസ് ഫണ്ട്, ബിൽഡിംഗ് ഫണ്ട്, എക്സെട്ര. അപ്പോൾ നമുക്കറിയാം സ്പെഷ്യൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ എന്ന വാക്കിൽ തന്നെ അവിടെ ക്യാപിറ്റൽ ഐറ്റം ആണെന്നുള്ളത് ക്ലിയർ ആണ്. നമ്മൾ ഒരു ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എങ്ങനെയാണ് സ്പെഷ്യൽ ഫണ്ട് ട്രീറ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ക്യാപിറ്റൽ റെസീറ്റ് ആയിട്ട് നമ്മളതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ സ്പെഷ്യൽ ഫണ്ട് വരില്ല, കാരണം അതൊരു ക്യാപിറ്റൽ ഐറ്റം ആണ്. ഇനി ബാലൻസ് ഷീറ്റിലാണെന്നുണ്ടെങ്കിലോ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഈ ഒരു ക്യാപിറ്റൽ റെസീറ്റിന് ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. ജസ്റ്റ് ഒരു ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കുക, ലയബിലിറ്റി സൈഡിൽ സ്പെഷ്യൽ ഫണ്ട് എന്ന് പറഞ്ഞ് ഐറ്റം കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് എങ്ങനെയാണ് നമ്മളത് റെക്കോർഡ് ചെയ്യുന്നത്? സ്പെഷ്യൽ ഫണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എഴുതും. അതിൽ അതുമായിട്ട് ബന്ധപ്പെട്ട റെസീറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഓപ്പണിംഗ് ബാലൻസിലേക്ക് ആഡ് ചെയ്യണം. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻകംസ് ഏൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇനി സ്പെഷ്യൽ ഫണ്ടിനോട് റിലേറ്റ് ചെയ്ത എക്സ്പെൻസുകൾ ഇൻകർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൽ നിന്നും ലെസ് ചെയ്യുക. ഫൈനൽ നമുക്ക് കിട്ടുന്ന ബാലൻസ് ആണ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് സ്പെഷ്യൽ ഫണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു പ്രോബ്ലത്തിലൂടെ ഒന്നുകൂടി മനസ്സിലാക്കാം. ഈ ഒരു പ്രോബ്ലത്തിൽ പറയുന്ന സ്പെഷ്യൽ ഫണ്ട് ഏതാണ്? ടൂർണമെൻറ്റ് ഫണ്ടാണ്. ഈ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ഷോ ഹൗ ദ ഫോളോയിങ് ഐറ്റം വിൽ അപ്പിയർ ഇൻ ദ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ദർശന ആർട്സ് ക്ലബ്. അതിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ്: ടൂർണമെൻറ്റ് ഫണ്ട് 75,000, ടൂർണമെൻറ്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് 75,000, ടൂർണമെൻറ്റ് എക്സ്പെൻസസ് 20,000, ടൂർണമെൻറ്റ് ഇൻകംസ് 22,000 ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ടൂർണമെൻറ്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് 5,750. നമ്മൾ സൊല്യൂഷനിലേക്ക് കിടക്കുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എങ്ങനെയാണ് ദർശന ആർട്സ് ക്ലബിൻ്റെ ഫൈനൽ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്പെഷ്യൽ ഫണ്ട് ആയതുകൊണ്ട് തന്നെ അതെവിടെയാണ് വരിക? ബാലൻസ് ഷീറ്റ് ഐറ്റം ആയിട്ടാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ സ്പെഷ്യൽ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങിൻ്റെ കീഴിൽ നമുക്കത് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് സ്പെഷ്യൽ ഫണ്ടാണ്. ഇപ്പോൾ ഇവിടെ ടൂർണമെൻറ്റ് ഫണ്ട് അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 75,000 ഫസ്റ്റ് റെക്കോർഡ് ചെയ്യാം. ടൂർണമെൻറ്റ് ഫണ്ട് 75,000. ഇനി അതിൻ്റെ കൂടെ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻകംസും അതുപോലെ റെസീറ്റ്സും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. അപ്പം അതിൽ ഇൻകം നോക്കുക. ടൂർണമെൻറ്റ് ഇൻകംസ് എന്ന് പറഞ്ഞ് ഒരു 22,000 തന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ടൂർണമെൻറ്റ് ഇൻകം 22,000. മറ്റൊരു ഇതാണ് ഇൻകമാണ്, റെസീറ്റാണ് ഇൻട്രസ്റ്റ് ഓൺ ടൂർണമെൻറ്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. രണ്ടാമത് പറഞ്ഞിട്ടുള്ള ടൂർണമെൻറ്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ നമ്മൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് എന്ത്? ഇൻട്രസ്റ്റ് ഓൺ ടൂർണമെൻറ്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ്, അത് റെസീറ്റാണ് അല്ലെങ്കിൽ ഇൻകം ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിവിടെ ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ഇൻട്രസ്റ്റ് ഓൺ ടൂർണമെൻറ്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് 5,750. അപ്പോൾ ഈ 3 ഐറ്റംസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1,02,750 എന്ന് ടോട്ടൽ കിട്ടും. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ലെസ് ചെയ്യണം. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന എക്സ്പെൻസ് ഏതാണ്? ടൂർണമെൻറ്റ് എക്സ്പെൻസ് 20,000 ആണ്. അപ്പം ലെസ് ടൂർണമെൻറ്റ് എക്സ്പെൻസ് 20,000. വേറെ ഐറ്റംസ് ഇല്ല. അപ്പം ഫൈനൽ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 82,750. ഇതാണ് ഈ ക്വസ്റ്റ്യനിൽ ടൂർണമെൻറ്റ് ഫണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ക്വസ്റ്റ്യനിൽ ടൂർണമെൻറ്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഐറ്റം 75,000 രണ്ടാമത് കൊടുത്ത ഐറ്റം നോക്കുക. അപ്പോൾ നമുക്കറിയാം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത് നമ്മൾ സാധാരണ ബാലൻസ് ഷീറ്റിൽ ഫിക്സഡ് അസറ്റ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും ഇൻവെസ്റ്റ്മെൻറ്റ് എന്തുതന്നെയാണ്? അസറ്റ് സൈഡിലേ ഉള്ളൂ റെക്കോർഡ് ചെയ്യുക. അപ്പം ടൂർണമെൻറ്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ള ഐറ്റം നമ്മൾ
എവിടെ റെക്കോർഡ് ചെയ്യണം? അസറ്റ് സൈഡിൽ 75,000 എന്ന് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ സ്പെഷ്യൽ ഫണ്ടായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ക്രിക്കറ്റ് ഫണ്ട് അല്ലെങ്കിൽ മാച്ച് ഫണ്ട്, ക്രിക്കറ്റ് മാച്ച് ഫണ്ടാണ്. ഇനി ഈ ക്വസ്റ്റ്യന് 2 ഭാഗങ്ങളുണ്ട്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് എ പാർട്ടിൽ how will you deal with the following items while preparing the balance sheet of Viking Warriors Sports Club for the year ending December 31st, 2018? താഴെ കൊടുത്തിരിക്കുന്ന ഐറ്റംസ് ക്രിക്കറ്റ് മാച്ച് എക്സ്പെൻസസ് 25,000, മാച്ച് ഫണ്ട് ഫോർ ക്രിക്കറ്റ് 15,000, ഡൊണേഷൻ ഫോർ ക്രിക്കറ്റ് മാച്ച് 8,000, സെയിൽ ഓഫ് മാച്ച് ടിക്കറ്റ്സ് 12,000, പ്രൈസസ് അവോർഡഡ് 6,000. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ആണ്. അതിന് പുറമെ ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് വിൽ ബി ദ എഫക്റ്റ് ഇഫ് മാച്ച് എക്സ്പെൻസസ് ഗോ അപ്പ് ബൈ 8,000 rupees, അതർ തിങ്സ് റിമൈനിങ് ദ സെയിം. അപ്പോൾ ഒറിജിനൽ മാച്ച് എക്സ്പെൻസ് എത്രയാണ്? 25,000 ആണ്. അത് ഇനി 8,000 കൂടി അതിൻ്റെ കൂടെ കൂടിയാൽ മാച്ച് എക്സ്പെൻസ് കൂടിയാൽ ആ എഫക്റ്റും കൂടി നമ്മൾ കാണിക്കണം. അപ്പം നമ്മൾ ഫസ്റ്റ് എ പാർട്ട് ചെയ്യാം. ഈ ഒരു സ്ലൈഡിൽ എ പാർട്ട് ചെയ്യാം. അതിൽ ബാലൻസ് ഷീറ്റ് വരയ്ക്കുക. അതിൽ ലയബിലിറ്റി സൈഡിൽ സ്പെഷ്യൽ ഫണ്ട് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ സ്പെഷ്യൽ ഫണ്ട് എന്ന ഹെഡിങ് കൊടുക്കുക. ഇവിടെ ഉള്ള ഫണ്ട് ഏതാണ്? ക്രിക്കറ്റ് മാച്ച് ഫണ്ടാണ്. അപ്പം അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് അല്ലെങ്കിൽ ആ ഫണ്ട് ഏതാണെന്നുള്ളത് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഐറ്റംസിൽ രണ്ടാമത് കൊടുത്തത് കണ്ടോ, മാച്ച് ഫണ്ട് ഫോർ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ് 15,000. അപ്പോൾ അത് വെച്ച് തുടങ്ങാം. അപ്പം ഫസ്റ്റ് ക്രിക്കറ്റ് മാച്ച് ഫണ്ട് എന്ന് പറഞ്ഞ് 15,000. ഇനി അതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഇൻകംസും റെസീറ്റും ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് പറയുന്നത് ഡൊണേഷൻ ഫോർ ക്രിക്കറ്റ് മാച്ച് 8,000. ഡൊണേഷൻ എന്ന് പറയുമ്പോൾ ഡൊണേഷൻ റിസീവ്ഡ് ആണ്. അപ്പം അവിടെ റെസീറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. മാച്ച് ഫണ്ട് കൂട്ടുന്നൊരു ഐറ്റമാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ഡൊണേഷൻ ഫോർ ക്രിക്കറ്റ് മാച്ച് എന്ന് പറഞ്ഞ് 8,000 ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് പുറമെ സെയിൽ ഓഫ് മാച്ച് ടിക്കറ്റ്സ്. ഇപ്പോൾ ക്രിക്കറ്റ് മാച്ചിൻ്റെ ടിക്കറ്റ്സ് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു ഇൻകം കിട്ടും. ആ ഇൻകം നമ്മളിവിടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആഡ് സെയിൽ ഓഫ് മാച്ച് ടിക്കറ്റ്സ് എന്ന് പറഞ്ഞ് 12,000 ആഡ് ചെയ്തു. അപ്പോൾ ടോട്ടൽ ആ 3 ഐറ്റം ആഡ് ചെയ്താൽ നമുക്ക് 35,000 കിട്ടും. ഇനി അതിൽ നിന്നും എക്സ്പെൻസുകൾ ലെസ് ചെയ്യണം. ഇതിൽ ഫസ്റ്റ് എക്സ്പെൻസ് ഏതാണ്? ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ക്രിക്കറ്റ് മാച്ച് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് 25,000 ആണ്. അത് ലെസ് ചെയ്തു. അത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് എത്ര കിട്ടി? 10,000 കിട്ടി. ഇനി ഒരു എക്സ്പെൻസും കൂടി കൊടുത്തിട്ടുണ്ട്. പ്രൈസസ് അവോർഡഡ് 6,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാണ് എക്സ്പെൻസ് ആവുന്നത്? അപ്പോൾ നമ്മളൊരു ക്രിക്കറ്റ് മാച്ചൊക്കെ ഓർഗനൈസ് ചെയ്യുമ്പോൾ അതിലുള്ള വിന്നേഴ്സിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ക്യാഷ് അവാർഡോ അല്ലെങ്കിൽ ട്രോഫീസ്, സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പം അത് നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് അതെന്താണ്? അതൊരു എക്സ്പെൻസാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രൈസ് അവോർഡഡ് എന്ന് പറഞ്ഞത് എന്താണ്? എക്സ്പെൻസാണ്. അപ്പോൾ അത് ഇവിടെ നിന്ന് 6,000 ലെസ് ചെയ്യണം. അപ്പോൾ ലെസ് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് ക്ലോസിങ് ക്രിക്കറ്റ് മാച്ച് ഫണ്ടായിട്ട് എത്ര കിട്ടുന്നുണ്ട്? 4,000 രൂപ കിട്ടുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ എ പാർട്ട്. ഒന്നുകൂടി പറയാം. ആദ്യം നമ്മൾ ആ ഫണ്ട്, ഒറിജിനൽ മാച്ച് ഫണ്ട് നമ്മൾ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട 2 ഇൻകംസ് അല്ലെങ്കിൽ റെസീറ്റ്സ് ആഡ് ചെയ്തു. ഒന്ന് ഡൊണേഷൻ ഫോർ മാച്ചും സെയിൽ ഓഫ് മാച്ച് ടിക്കറ്റ്സുമാണ്. അത് ആഡ് ചെയ്തു. പിന്നെ അതിൽ നിന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസുകൾ ലെസ് ചെയ്തു. അതിൽ വരുന്നതാണ് ഒന്ന് ക്രിക്കറ്റ് മാച്ച് എക്സ്പെൻസും വേറൊരു എക്സ്പെൻസ് എന്ന് പറയുന്നത് പ്രൈസസ് അവോർഡഡ് പറഞ്ഞത്. ഈ 2 എക്സ്പെൻസ് ലെസ് ചെയ്യുമ്പോൾ ക്ലോസിങ് മാച്ച് ഫണ്ടായിട്ട് നമുക്ക് എത്ര കിട്ടി? 4,000 rupees കിട്ടി. ഇനി ഇതേ ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. സെയിം ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ബി പാർട്ട് വാട്ട് വിൽ ബി ദ എഫക്റ്റ് if match expenses go up by 8,000, other things remaining the same. ഇതിലെ മറ്റെല്ലാ ഐറ്റംസും അതുപോലെ തന്നെ കിടന്ന് എക്സ്പെൻസ് മാത്രം 8,000 കൂടി കൂടുകയാണെന്നുണ്ടെങ്കിൽ, ഈ 25,000 കൂടെ 8,000 കൂടി കൂടുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കാണിക്കേണ്ടതെന്നുള്ളത്. അപ്പം നമ്മൾ നേരത്തെ 4,000 ആണ് ബാലൻസ്. 25,000 എക്സ്പെൻസ് ഉള്ളപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റിൽ എത്രയാണ് ഫൈനൽ ക്ലോസിംഗ് ബാലൻസ് ഫണ്ടായിട്ട് കിട്ടിയത്? 4,000 രൂപയാണ്. ഇനിയിപ്പോൾ എക്സ്പെൻസ് 8,000 വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ ബാലൻസ് അതിൽ 4,000 കഴിച്ച് ബാക്കി -4,000 ആവാനൊരു -4,000 ആയിരിക്കും നമുക്ക് റിസൾട്ട് വരിക, അല്ലേ? അപ്പോൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ സാധാരണ നെഗറ്റീവ് ഫിഗേഴ്സ് ആഡ് ചെയ്യുമോ? ഇല്ല, അതിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇവിടെ എന്താ സംഭവിച്ചത്? ആക്ച്വലി
ബാലൻസ് ഷീറ്റിൽ നമ്മളിത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ഈ 25,000 കൂടെ ഒരു 8,000 കൂടി കൂട്ടി മാച്ച് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ ഫണ്ട് എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ടാവില്ല. കാരണം എക്സ്പെൻസ് കൂടുതലാണ് എന്തിനെക്കാട്ടിലും, ഫണ്ടിനെക്കാട്ടിലും കൂടുതലാണ്. അതുകൊണ്ടാണ് നമുക്ക് മൈനസ് ഫിഗർ വരുന്നത്. അപ്പം എക്സ്പെൻസ് കൂടി ഫണ്ട് കുറയുമ്പോൾ നമ്മൾ അതെന്തായിട്ട് എടുക്കണം, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് നമ്മളത് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അതാണ് സൊല്യൂഷനിൽ പറയുന്നത്. If expenses go up by rupees 8,000, the expense will be more than the total fund available. It will be therefore adjusted in the income and expenditure account as follows. ഇനി നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കുക. അപ്പോൾ ഈ ഒരു കേസിൽ എക്സ്പെൻസ് കൂടി, അതുകൊണ്ട് നമ്മളത് എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കുക. അപ്പോൾ ഫസ്റ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ തന്നെ എക്സ്പെൻഡിച്ചർ വെച്ചിട്ട് തുടങ്ങാം. ഇവിടെ എന്താണ് ഫസ്റ്റ് എക്സ്പെൻഡിച്ചർ ഏതാണ്, ക്രിക്കറ്റ് മാച്ച് എക്സ്പെൻസ്. അത് എത്രയാണ് വരിക, 25,000 പ്ലസ് 8,000 ഇപ്പോൾ കൂട്ടാൻ പറഞ്ഞു, പുതുതായിട്ട് കൂട്ടാൻ പറഞ്ഞു. അപ്പം ഇപ്പോൾ ടോട്ടൽ ക്രിക്കറ്റ് മാച്ച് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് എത്ര വന്നു, 33,000 വന്നു. ഇനി നമ്മൾ ചെയ്യാനുള്ളത് എക്സ്പെൻസിനെ കൂട്ടുന്ന കാര്യങ്ങൾ നമ്മളിതിൽ ആഡ് ചെയ്യണം, എക്സ്പെൻസിനെ കുറയ്ക്കുന്ന കാര്യങ്ങൾ ലെസ് ചെയ്യണം. വേറെ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ബാലൻസ് ഷീറ്റിൽ എന്തെല്ലാമാണോ ലെസ് ചെയ്തത് അത് ഇവിടെ ആഡ് ചെയ്യണം, എന്തെല്ലാമാണോ അവിടെ നിന്ന് ആഡ് ചെയ്തിരുന്നത് അത് ഇവിടെ നിന്ന് ലെസ്സും ചെയ്യണം. അപ്പം നോക്കാം. അപ്പോൾ മാച്ച് എക്സ്പെൻസിൻ്റെ കൂടെ ഇനി നമ്മളിവിടെ എന്താ ആഡ് ചെയ്യേണ്ടി വരിക, മാച്ച് എക്സ്പെൻസ് കൂട്ടുന്ന വേറൊരു ഐറ്റമാണ് ഏതെങ്കിലും മറ്റൊരു എക്സ്പെൻസ്. ഇപ്പോൾ പ്രൈസസ് അവാർഡ് വേറൊരു എക്സ്പെൻസാണ്. അപ്പോൾ അത് നമ്മളിവിടെ ആഡ് ചെയ്തു. 33,000 പ്ലസ് 6,000 ഇപ്പോൾ എത്രയായി, 39,000 എക്സ്പെൻസ് കൂടി. ഇനി ഈ എക്സ്പെൻസിനെ കുറയ്ക്കുന്ന കാര്യങ്ങൾ നമ്മൾ ലെസ് ചെയ്യണം. അതിലേതാ ഫസ്റ്റ് വരിക, മാച്ച് ഫണ്ട് ഫോർ ക്രിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ക്രിക്കറ്റ് മാച്ച് ഫണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതൊരു ഇൻകം ആയിരുന്നു ആദ്യം, ഒരു ഫണ്ടായിരുന്നു, അത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ലെസ് ചെയ്യണം. അത് 15,000 ലെസ് ചെയ്താൽ 24,000 ബാലൻസ് വന്നു. വീണ്ടും അടുത്തത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ആഡ് ചെയ്തത് ഏത് ഐറ്റം ആയിരുന്നു, ഡൊണേഷൻ. ആ ഡൊണേഷൻ ഫോർ ക്രിക്കറ്റ് മാച്ച് എന്ന് പറഞ്ഞത് ബാലൻസ് ഷീറ്റിൽ നമ്മളത് ആഡ് ചെയ്തിരുന്നു, അത് ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് ലെസ് ചെയ്ത് 8,000 ലെസ് ചെയ്ത് ബാക്കി 16,000. ഇനി വേറൊരു ഇൻകം കൂടിയുണ്ട്, ഏതാണ്, സെയിൽ ഓഫ് മാച്ച് ടിക്കറ്റ്സ്. അത് നമ്മൾ ആദ്യം ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരുന്നപ്പോൾ അത് ആഡാണ് ചെയ്തത്. ഇവിടെ അത് എക്സ്പെൻസിനെ കുറയ്ക്കുന്ന ഐറ്റം ആയതുകൊണ്ട് അത് ഇവിടെ നിന്ന് ലെസ് ചെയ്യുക. അപ്പം സെയിൽ ഓഫ് മാച്ച് ടിക്കറ്റ്സ് 12,000 അത് ലെസ് ചെയ്യുക. അപ്പോൾ ലെസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന എക്സ്പെൻഡിച്ചർ എത്രയായി, 4,000. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇപ്പോൾ നമ്മൾ ചെയ്തു വന്നപ്പോൾ എക്സ്പെൻസ് നമുക്ക് 4,000 ആയി. മാച്ച് ഫണ്ട് എന്നുള്ള രീതിയിൽ ഫണ്ട് നമുക്ക് അവൈലബിൾ അല്ല, പക്ഷേ എക്സ്പെൻസ് ആണ് ഇവിടെ കൂടുതൽ. 4,000 രൂപ എക്സ്പെൻസ് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഫൈനൽ ബാലൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട പ്രോബ്ലമാണ്, നമ്മൾ മനസ്സിലാക്കണം. അത് ഫണ്ട് കൂടുതൽ എക്സ്പെൻസ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ഫണ്ടിനെ ബാലൻസ് ഷീറ്റ് ഐറ്റമായിട്ട് ലയബിലിറ്റി സൈഡിൽ കാണിക്കാം, അത് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ സ്പെഷ്യൽ ഫണ്ടിൽ തന്നെ എക്സ്പെൻസ് കൂടി സ്പെഷ്യൽ ഫണ്ടിൻ്റെ എമൗണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ, അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻകംസ് എല്ലാം കൂട്ടിയിട്ടും എമൗണ്ട് എക്സ്പെൻഡിച്ചറിനെക്കാട്ടിലും കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യണം, എക്സ്പെൻഡിച്ചർ സൈഡിൽ, അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യണം, എക്സ്പെൻഡിച്ചർ സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് പഠിക്കാനുള്ളത് എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റത്തിനെ കുറിച്ചാണ്. അപ്പോൾ എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്, അത് ബേസിക്കലി എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചർ സൈഡിലാണ് അതിനെ ഇൻക്ലൂഡ് ചെയ്യുക. ഇതിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അസറ്റ് സൈഡിൽ ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യും. ഇനി എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റത്തിൽ വരുന്നതാണ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി, സ്റ്റോക്ക് ഓഫ് മെഡിസിൻ പോലുള്ള ഐറ്റംസ്. അപ്പോൾ നമ്മളൊരു സ്റ്റേഷനറിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത് പറയാം. നമ്മൾ പറഞ്ഞു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചർ സൈഡിലാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ സ്റ്റേഷനറി ആണെന്നുണ്ടെങ്കിൽ സ്റ്റേഷനറി ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റേഷനറിൻ്റെ ഏതൊരു എമൗണ്ട് ആണോ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് ഡെബിറ്റ് ചെയ്യേണ്ടത് ആ എമൗണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ സ്റ്റേഷനറി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇനി അതിൽ ആഡ് ചെയ്യേണ്ട ഫസ്റ്റ് ഐറ്റമാണ് ആഡ് ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റേഷനറി ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ്, അല്ലെങ്കിൽ കറണ്ട് ഇയറിൽ എന്തെങ്കിലും
ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് സ്റ്റേഷനറിൻ്റെ ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. നമ്മൾ സബ്സ്ക്രിപ്ഷനിൽ പഠിച്ച പോലെ തന്നെ അവിടെ സബ്സ്ക്രിപ്ഷൻ്റെ ഔട്ട്സ്റ്റാൻഡിംഗ് കറണ്ട് ഇയറിലെ അല്ലെങ്കിൽ ക്ലോസിംഗ് ഡേറ്റിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ ആഡാണ് ചെയ്തത്. അതേപോലെ തന്നെ ഇവിടെ ക്രെഡിറ്റേഴ്സിൻ്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കിടക്കുന്ന സ്റ്റേഷനറി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളിവിടെ ആഡ് ചെയ്യണം. ഇനി ആഡ് ചെയ്യേണ്ടത് ഏതായിരിക്കും? സ്റ്റേഷനറി പെയ്ഡ് ഇൻ അഡ്വാൻസ്, ഓപ്പണിംഗ് ഡേറ്റിൽ പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞ് സ്റ്റേഷനറി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം. ഇനി അതുപോലെ 2 ഐറ്റംസ് ലെസ് ചെയ്യാം. ഇതിന് നേരെ വിപരീതമായിട്ടുള്ള 2 ഐറ്റംസ്, അതായത് ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പണിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലെസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ലെസ് ചെയ്യേണ്ട ഐറ്റം എന്തായിരിക്കും? ലെസ് സ്റ്റേഷനറി പെയ്ഡ് ഇൻ അഡ്വാൻസ് ക്ലോസിംഗ് ഉണ്ടെങ്കിലും നമുക്ക് ലെസ് ചെയ്യാം. ഈ ആഡ് ആൻഡ് ലെസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് എന്താണ്? സ്റ്റേഷനറി പർച്ചേസ്ഡ് ഡ്യൂറിങ് ദ ഇയർ എത്രയാണെന്നുള്ളത് അറിയാൻ സാധിക്കും. അപ്പോൾ ഈ വർഷം എത്ര പർച്ചേസ് ചെയ്തു എന്നുള്ളത് കണ്ടെത്തി. ഇനി അതിൽ നമ്മളെ കയ്യിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഉണ്ടെന്ന് വയ്ക്കുക, എന്നാൽ അത് ആഡ് ചെയ്യണം. അതുപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ലെസ് ചെയ്യണം. അപ്പോൾ കിട്ടുന്ന ഫൈനൽ റിസൾട്ടാണ് സ്റ്റേഷനറി കൺസ്യൂംഡ് ഡ്യൂറിങ് ദ ഇയർ അല്ലെങ്കിൽ സ്റ്റേഷനറി യൂസ്ഡ് ഡ്യൂറിങ് ദ ഇയർ. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ സ്റ്റേഷനറി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പം ഈ ഫൈനൽ എമൗണ്ടാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ സ്റ്റേഷനറി എന്നുള്ള പേരിൽ കാണിക്കേണ്ട എമൗണ്ട്. ഇതൊന്ന് ഒരു പ്രോബ്ലത്തിലൂടെ ഒന്നുകൂടിയും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് സ്റ്റേഷനറി ടു ബി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് 31st March 2018 in respect of stationery consumed. ഇതിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ആസ് ഓൺ 1/4/2017. അത് ഏതായിരിക്കും? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ആണ്. എമൗണ്ട് പെയ്ഡ് ഫോർ സ്റ്റേഷനറി ഡ്യൂറിങ് 2018, അതായത് കറണ്ട് ഇയറിൽ സ്റ്റേഷനറി പർച്ചേസ് ചെയ്യാൻ വേണ്ടി കൊടുത്ത എമൗണ്ട് 2500. പിന്നെ ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി ഓപ്പണിംഗ് ഡേറ്റിലുള്ളത് തന്നിട്ടുണ്ട് 810. ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി ക്ലോസിംഗ് ഡേറ്റിലുള്ളതും തന്നിട്ടുണ്ട് 1100. അടുത്തത് അഡ്വാൻസ് പെയ്ഡ് ഫോർ സ്റ്റേഷനറി on opening date 900 and advance paid for stationery on closing date is 1000. Last closing stock of stationery 500 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആ പഠിച്ച ഫോമാറ്റിൻ്റെ നമുക്ക് അതിൻ്റെ ആ ഒരു ഫോർമാറ്റ് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് വെച്ചിട്ടാണ് തുടങ്ങുന്നത്? എമൗണ്ട് പെയ്ഡ് ഫോർ സ്റ്റേഷനറി ഡ്യൂറിങ് ദ ഇയർ 2018 2500 വെച്ച് തുടങ്ങുക. രണ്ടാമത്തെ ഐറ്റം നോക്കുക. എമൗണ്ട്, അതായത് സ്റ്റേഷനറി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് 2500. അതാണ് എമൗണ്ട് പെയ്ഡ് ഫോർ സ്റ്റേഷനറി ഡ്യൂറിങ് ദ ഇയർ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് എഴുതുമ്പോൾ സ്റ്റേഷനറി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ കറൻറ്റ് ഇയർ 2500. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ളത് ഏതാണ്? ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് ഫോർ സ്റ്റേഷനറി ആസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ്. അപ്പോൾ അത് ആദ്യം ആഡ് ചെയ്യുക. ആഡ് ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി ക്ലോസിംഗ് ഡേറ്റിലുള്ള സ്റ്റേഷനറി എത്രയാണ്? നാലാമത്തെ ഐറ്റം 1100. ഇനി ആഡ് ചെയ്യേണ്ട അടുത്ത ഐറ്റം എന്താണ്? അഡ്വാൻസ് പെയ്ഡ് ഫോർ സ്റ്റേഷനറി ഓൺ ഓപ്പണിംഗ് ഡേറ്റ്. അത് ആറാമത്തെ ഐറ്റം നോക്കുക. അഡ്വാൻസ് പെയ്ഡ് ഫോർ സ്റ്റേഷനറി ഓപ്പണിംഗ് ഡേറ്റിലുള്ളത് 900 rupees. ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഇനി ലെസ് ചെയ്യാനുള്ളത് ഇതിന് നേരെ വിപരീതമായിട്ടുള്ള 2 ഐറ്റം എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. അതായത് ലെസ് ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി ഓപ്പണിംഗ് ഡേറ്റിലുള്ളത്, അതുപോലെ ലെസ് സ്റ്റേഷനറി അഡ്വാൻസ് പെയ്ഡ് ക്ലോസിംഗ് ഡേറ്റിലുള്ളത്. അപ്പോൾ ആ 2 ഐറ്റംസ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്റ്റേഷനറി പർച്ചേസ്ഡ് ഡ്യൂറിങ് ദ ഇയർ എത്ര കിട്ടും? 2690 കിട്ടും. ഇനി ഇതിൻ്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ആഡ് ചെയ്യണം. ഏതാണ്? സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ആസ് ഓൺ 1/4/2017. അതാണ് ഓപ്പണിംഗ് ഡേറ്റ്. അപ്പോൾ അത് 1700 ആഡ് ചെയ്യണം. അതുപോലെ സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി 31/3/2018 ലാസ്റ്റ് ഐറ്റം അതെത്രയാണ്?
500 രൂപ. അത് നമ്മൾ ലെസ് ചെയ്യണം. ലെസ് ചെയ്താൽ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന എമൗണ്ട് ആണ് സ്റ്റേഷനറി യൂസ്ഡ് ഡ്യൂറിങ് ദ ഇയർ, അല്ലെങ്കിൽ സ്റ്റേഷനറി ടു ബി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഡ്യൂറിങ് ദ കറണ്ട് ഇയർ. അത് ഫൈനൽ എമൗണ്ട് എത്രയാണ് വരുന്നത്? 3890 കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റം കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത് ചിലപ്പം സ്റ്റേഷനറിക്ക് പകരം ചിലപ്പം സ്റ്റോക്ക് ഓഫ് മെഡിസിൻസ് ആവാം. പക്ഷെ അത് ഐറ്റംസ് മാറിയാലും എക്സ്പെൻസിൻ്റെ ഐറ്റംസ് മാറിയാലും നമ്മൾ ഈ ആഡ് ചെയ്യേണ്ട ഐറ്റംസും ലെസ് ചെയ്യേണ്ട ഐറ്റംസും ആ സ്റ്റോക്ക് ഐറ്റംസും മാറുന്നില്ല. അത് അതേ ഓർഡറിൽ തന്നെ ആ സ്റ്റേഷനറിക്ക് പകരം അവിടെ മെഡിസിൻ എന്നുള്ള വാക്ക് വെച്ച് റീപ്ലേസ് ചെയ്യുമെന്ന് മാത്രം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് പഠിച്ചു നോക്കുക. കൂടുതൽ പ്രോബ്ലംസ് ടെക്സ്റ്റിലുണ്ട്, അത് വർക്കൗട്ട് ചെയ്യുക. അപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.